ഇന്ന് 10:35 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ ആറ്റുകാൽ പൊങ്കാലക്ക് തുടക്കമായി. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇന്ന് തിരുവനന്തപുരത്തെത്തിയത്. പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ യാഗഭൂമിയായി മാറുകയായിരുന്നു. കനത്ത ചൂടിനെ വകവെക്കാതെയാണ് ഭക്തർ അമ്മക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. ഭക്തജനങ്ങൾക്കായി നിരവധി സ്ഥലങ്ങളിലാണ് ഭക്ഷണവും വെള്ളവും ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം തുടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യ വരെ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. ചില സ്വകാര്യ ഹോട്ടലുകളിലും ഭക്തർക്കായി സൗജന്യ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. 5000 പേർക്ക് വരെ ആഹാരം ഒരുക്കിയ ക്ലബ്ബുകളും തിരുവനന്തപുരത്തുണ്ട്. ഈ ദിവസം തിരുവനന്തപുരത്തെത്തുന്ന ആരും തന്നെ വിശന്നിരിക്കേണ്ട അവസ്ഥ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തിരുവനന്തപുരത്തെത്തുന്ന ആരും തന്നെ വിശന്നിരിക്കേണ്ട അവസ്ഥ വരികയില്ലെന്നതാണ് പ്രധാനം. വിവിധ ക്ഷേത്രങ്ങളിലും അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട്. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നുമുണ്ട്. പന്തീരടി പൂജയ്ക്കും ദീപാരാധനയ്ക്കും ശേഷമാണ് 10:30 അടുപ്പുവെട്ട് നടന്നത്. തുടർന്ന് തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്നു. വലിയ തിടപ്പള്ളിയിലെ അടുപ്പ് കത്തിച്ചത് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിയാണ്. പിന്നാലെ സഹമേൽശാന്തി ദീപം പണ്ടാരടുപ്പിലേക്ക് പകർന്നു. ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ, MP മാരായ ശശി തരൂർ, K മുരളീധരൻ, AA റഹീം, BJP നേതാക്കളായ O രാജഗോപാൽ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 2:30 നിവേദ്യം. തീർത്ഥം തളിക്കാൻ 300 ശാന്തിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇഷ്ടവരദായിനി ആറ്റുകാലമ്മക്ക് പൊങ്കാലയർപ്പിക്കാനുള്ള ദിനമെത്തി. വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്കാണ് ആറ്റുകാലിലും പരിസരത്തുമായി അനുഭവപ്പെടുന്നത്. തലസ്ഥാന നഗരി മുഴുവനും പൊങ്കാലയടുപ്പുകൾ നിറഞ്ഞു. അതിരാവിലെ തന്നെ വിശ്വാസികൾ നഗരത്തിലേക്ക് എത്തിത്തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ ആറ്റുകാലിലും നഗരങ്ങളിലെ മറ്റിടങ്ങളിലുമായി വൻ പോലീസ് സന്നാഹവുമുണ്ട്. നേർച്ച നിറവേറ്റാനായി താലപ്പൊലി ഏന്തിയ കുട്ടികളുടെ നീണ്ട നിരയും ക്ഷേത്രത്തിൽ കാണാം. കഴിഞ്ഞ തവണത്തേക്കാൾ തിരക്ക് അധികരിച്ചതിനാൽ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പണിപെടുന്നുണ്ട്. രാവിലെ 10:30 പൊങ്കാലയടുപ്പിൽ തീ പകർന്നു. തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിയാണ് ശ്രീകോവിലിൽ നിന്ന് ദീപം പകരുന്നത്. ഭക്തലക്ഷങ്ങൾക്ക് കുടിനീരും ഭക്ഷണവും നൽകാൻ പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ജില്ലാ ഭരണകൂടവും തയ്യാറായി കഴിഞ്ഞപ്പോഴും പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും നഗരസഭയും സർവ്വസജ്ജരായി നഗരത്തിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.